രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്ന് വെച്ചാൽ ഇപ്പം സമയം 10 മണിയായി. രാവിലെ തന്നെ ഇലക്ട്രിസിറ്റി ഓഫായിട്ട് ലാൻഡ് ലോഡിനെല്ലാം വിളിച്ചിട്ട് അവർ വന്ന് റെഡിയാക്കി തരുന്നത്. കാരണം താഴെ ഒരു ക്യാബിനറ്റിൽ ബ്രേക്കർ താണിട്ടുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ അയാൾ വന്നിട്ട് റെഡിയാക്കി തന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ളത്. നമ്മൾ നേരെ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് ഇന്ന് പോകുന്നത്. ചെറിയൊരു യാത്രയാണ്. 1.5-2 മണിക്കൂർ ഓടിയാൽ ലേക്ക് ഡിസ്ട്രിക്റ്റ് എത്തും. അവിടെ ഒരുപാട് ലേക്കും കാര്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന ഒരു പ്ലാനും ഇല്ല, എന്തായാലും പോയി നോക്കാം. ഈ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് സെക്കൻഡ് അല്ല ഒരു മിനിറ്റോളം ഓണാക്കിയിട്ടാൽ നല്ലതാണ്. കാരണം ഇതിൽ ഈ RPM ഒന്നിൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള സൗണ്ട് വരും. അപ്പോൾ ഒന്നിൻ്റെ അടുത്ത് പോയാൽ നല്ലതാണ്. ബെൽറ്റിനോ അല്ലെങ്കിൽ എൻജിനെല്ലാം നല്ല കുറച്ച് സ്റ്റാർട്ടിങ്ങിലിട്ട് പോയാൽ ഇതെവിടെയോ കേട്ടതാണ്, ശരിയാന്ന് തോന്നുന്നു. ഇവരൊക്കെ പോകുന്നതിന് മുമ്പ് ടയറിൻ്റെ പ്രഷർ എപ്പോൾ ചെക്ക് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൂളൻറ്റിൽ വെള്ളം ഉണ്ടോ നോക്കണം. കൂളൻറ്റിൽ വെള്ളം കുറവാണ്, നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളാക്കിയിട്ടുണ്ട്. യാത്രക്ക് ഇറങ്ങാൻ തിരഞ്ഞെടുത്ത ദിവസം കൊള്ളാം. എന്തായാലും നല്ല മഴയുള്ളത്. കുറച്ച് വെയിലത്ത് നല്ല ഫോട്ടോ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അത് നടക്കൂലെന്ന് തോന്നുന്നു. എന്തായാലും മുന്നോട്ട് കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ഉദിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ദിൽ ദേ ദിയാ ഹേ ജാൻ തുമേ ദേംഗേ. നമ്മളങ്ങനെ ഫസ്റ്റത്തെ സ്ഥലത്ത് എത്തിയിട്ട് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ കാസിൽ റിക് സ്റ്റോൺ സർക്കിൾ. അതായത് ഈ കാണുന്ന സാധനം തന്നെയാണ് അവിടെ കാണാനുള്ളത്. ചരിത്രപരമായ കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. 4000-5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്റ്റോൺ ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 42 സ്റ്റോൺ ഉണ്ടായിന് ആദ്യം. ഇപ്പോൾ 38 സ്റ്റോണേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പർപ്പസ്, എന്തിനാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അൺനോണാണ്, ആർക്കും വലിയ കൃത്യതയില്ല. അതിന് ശേഷം പോയത് ഫ്രയർസ് ഗ്രാഗ് എന്നിട്ടുള്ളൊരു സ്ഥലത്താണ്. ഒരു ലേക്ക് അല്ലെങ്കിൽ ബോട്ടിങ്, പിന്നെ ഒരു വാക്ക്, പിന്നെ ഡെർവൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടറിലേക്കുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. പാർക്കിംഗ് ചാർജ് ഉണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറല്ലോ. പക്ഷെ നല്ല അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം തന്നെ കേട്ടോ. നല്ലൊരു നാച്ചുറലായിട്ടുള്ള ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്പർ ഓഫ് പ്ലേസസാണ്. അപ്പോൾ അതിലൊരു സ്ഥലം മാത്രമാണിത്. പിന്നെ ഇവിടെയൊക്കെ ഒരു സ്തൂപം പോലത്തെ കാരണം ഇതൊക്കെ വെച്ചിട്ട് കാണാം. ഇതെന്താ മനസ്സിലായിട്ടില്ല. പിന്നീട് പോയത് കേസ്വിക്കിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അഷ്നീസ് ബ്രിഡ്ജ്. അതായത് ഭയങ്കര രസകരമായൊരു പാലമാണ് ഇത്. കാണുമ്പോൾ സാധാരണ ഒരു പാലം പോലെയാണെങ്കിൽ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും നല്ലതാണ്. പിന്നെ ആ റോഡ് അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത പോയത് ബട്ടർമീർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വലിയ മലനിരക്കുകളുടെ അടിയിലേക്ക് കൂടിയുള്ള റോഡ് കേട്ടോ. മനോഹരമായ രീതിയിൽ കുറേ ഇങ്ങനത്തെ ആനിമൽസും പലതരത്തിലുള്ള ആടും ഒട്ടകങ്ങളും പശുക്കളെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നൊക്കെ കണ്ട് ആസ്വദിച്ച് പോയി. നല്ല റോഡാട്ടോ, അടിപൊളി.